കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. 55 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ഗഡുത്തുകയാണ് എത്തിച്ചേരുവാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കുമാണ് മെയ് മാസത്തിലെ 3200 രൂപ വീതമുള്ള വിതരണം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതം വിതരണം ചെയ്യുന്നതിന് 1800 കോടി രൂപയാണ് ധനവകുപ്പ് വിതരണത്തിനായി ഒരുക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 1000 കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നുവെങ്കിലും ആ തുക പെൻഷൻ വിതരണത്തിനല്ല ഉപയോഗിക്കുക എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ്. അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണത്തിനായുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് പുറത്തു വരുന്നതായിരിക്കും. അതിനുശേഷമുള്ള കടമെടുപ്പ് വഴിയുള്ള തുക ഉപയോഗിച്ചായിരിക്കും പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നടക്കുക. മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള 3 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ നിന്നുള്ള ഒരു ഗഡു തുകയായ 1600 രൂപ കൂടി ചേർത്താണ് മെയ് മാസത്തിൽ 3200 രൂപ സർക്കാർ നൽകുന്നത്. പെൻഷൻ വിതരണ ഉത്തരവ് വന്ന ശേഷം മെയ് 20 ചൊവ്വാഴ്ചയോടെ കടമെടുപ്പ് നടത്തി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. മെയ് പകുതിക്ക് ശേഷം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.